ഹായ്, ഞാനൊരു +2 കൊമേഴ്സ് സ്റ്റുഡൻ്റാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബിസിനസ് സ്റ്റഡീസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാംസും വളരെ ടഫായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സയൻസ് സ്റ്റുഡൻസിൻ്റെ ഫിസിക്സും അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളെക്കുറിച്ചും പല യൂട്യൂബ് ചാനൽസും അതുപോലെ തന്നെ നമസ്കാരം. +2 പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. പിള്ളേർക്ക് ഒരിക്കലും അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉത്തരം എഴുതാൻ പറ്റാത്ത അത്രയും മോശം ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിള്ളേരുടെ കിളിയെല്ലാം പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി റിലേറ്റ് ചെയ്തിട്ട് സയൻസിലെ പിള്ളേരാണ് കൂടുതൽ രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ കൊമേഴ്സിലെ ഹ്യൂമാനിറ്റീസിലെ പിള്ളേർക്കായിട്ട് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു രീതിയിലാണ് പിള്ളേർ കമന്റ് ബോക്സിലും കാര്യങ്ങളിലൊക്കെ സംസാരിക്കുന്നത്. എന്നെ കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് ബിസിനസ് സ്റ്റഡീസ് ഉൾപ്പെടെ നല്ല ടഫായിരുന്നു എന്നുള്ള രീതിയിൽ ആ കുട്ടി പറയുന്നുണ്ട്. ഞാനൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു, +1 +2 ഒക്കെ. അതിനുശേഷം ബികോം പഠിച്ച ഒരു വിദ്യാർത്ഥി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സംസാരിക്കും. കൊമേഴ്സ് പിള്ളേരുടെ എക്സാം അത്യാവശ്യം നല്ല ടഫായിരുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പൊന്നു സാറന്മാരെ, നിങ്ങൾ എന്ത് കീഴത്തിനാണ് പിള്ളേർക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിള്ളേരെ വെറുതെ ആശങ്കയിലാക്കുന്നത്? എന്തെങ്കിലും മനസുഖം എല്ലാം കിട്ടുമോ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. അമ്മാതിരി നിറയെ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ വരാത്ത രീതിയിലാണ് ഇപ്പൊ നടക്കുന്ന ഓരോ ഇഷ്യൂസും. പിള്ളേർ ആകെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ കൊമേഴ്സും സയൻസും ഹ്യൂമാനിറ്റീസും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതാണ്. ഇത് വേടേ കഷ്ടം. എന്തായാലും ആ പെൺകുട്ടി പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ്, ഞാനൊരു +2 കൊമേഴ്സ് സ്റ്റുഡൻ്റാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബിസിനസ് സ്റ്റഡീസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാംസും വളരെ ടഫായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സയൻസ് സ്റ്റുഡൻസിൻ്റെ ഫിസിക്സും അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളെക്കുറിച്ചും പല യൂട്യൂബ് ചാനൽസും അതുപോലെ തന്നെ ന്യൂസ് ചാനൽസിലും റിപ്പോർട്ട് ചെയ്തത് കണ്ടു. കൊമേഴ്സ് എന്ന സ്ട്രീമിനെ ന്യൂസ് ചാനൽസിൽ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഏത് സബ്ജക്റ്റിനാണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നമെന്ന് ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടില്ല. അവരുടെ ഒന്നിലേക്കും പോകുന്നത് കണ്ടില്ല. ആക്ച്വലി നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എക്സാം വളരെ ടഫായിരുന്നു. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി വന്നത്. അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. നമ്മളുടെ മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ മോഡൽ എക്സാം വളരെ ഈസി ആയിരുന്നു. വളരെ ഈസി എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ഏരിയാസെന്നും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈസി ആയിരുന്നു നമുക്കത് എഴുതാനായിട്ടും. എന്നാൽ നേരെ ബോർഡ് എക്സാം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ്ലി ആയിരുന്നു നമ്മളെ അപ്രോച്ച് ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ 2 മാർക്സ്, 3 മാർക്സ്, 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് അധികവും ടഫായിട്ട് കണ്ടത്. ഈ 8 മാർക്സ് എസ്സേ എന്ന് വന്നതുപോലും ഇമ്പോർട്ടൻ്റ് ഏരിയ അല്ലാത്തതിൽ നിന്നിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ഈ പാറ്റേൺ ചേഞ്ച് ആകുമ്പോൾ, അതായത് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ കൂടി നമുക്ക് ഈ മോഡൽ എക്സാം എന്ന് പറയുന്നതിൻ്റെ പർപ്പസ് എന്താണ് എന്നതൊന്ന് വ്യക്തമാക്കണം. കാരണം മോഡൽ എക്സാം എന്ന് പറയുന്നത് ഒരു കുട്ടീനെ എന്താണ് ബോർഡ് എക്സാം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നതിനെ ഒന്ന് കാണിച്ചു തരാനുള്ള ഒരു എക്സാമായിട്ടാണ് മോഡൽ എക്സാമിനെ കണക്കാക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലും ബിസിനസ് എക്സാമിലും വളരെ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടത്. മോഡൽ എക്സാം ഇത്ര ഈസി ആക്കി തരുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഒരു മെയിൻ ടോപ്പിക്സ് മീൻസ് ഇമ്പോർട്ടൻ്റ് ഏരിയാസിൽ നിന്നെങ്കിലും ക്വസ്റ്റ്യൻസ് വരണമായിരുന്നു. ഈ മോഡൽ എക്സാമിൻ്റെ പർപ്പസ് എന്താണെന്ന് ഗവൺമെൻറ് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാറ്റേൺ വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്ത് കുട്ടികളെ ഇന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കണമായിരുന്നു. ഇതൊന്നും ചെയ്യാണ്ട് ഒരു കുട്ടീനെ ഒരു മോഡൽ ഈസി ആക്കി തന്നിട്ട് ഒരു പബ്ലിക്കിലേക്ക് അവരെങ്ങനെ നേരിട്ടിട്ട് ഒരു പ്രിപ്പറേഷനും തരാണ്ട് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബാക്കി ചാപ്റ്റേഴ്സൊക്കെ റിവൈസ് ചെയ്ത് പോകുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ സാറന്മാരെ, നിങ്ങളൊക്കെ എന്തിനാണ് ഈ പിള്ളേരുടെ പ്രാക്കം വാങ്ങിക്കൂട്ടി പിള്ളേരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇങ്ങനെ പിള്ളേരായിട്ട് വെള്ളം കുടിപ്പിക്കുന്നത്? ഓരോ പിള്ളേർ സ്വയം ജീവൻ എടുക്കേണ്ട സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തുന്നു നിങ്ങളെ പോലെയുള്ളവർ. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയാം. എക്സാം തോറ്റെന്നോ അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻസ് ടഫായിരുന്നോ എന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഒരു കടുങ്കൈ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തനം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും അങ്ങനത്തെ ചിന്ത പോലും ചിന്തിക്കരുത്. പക്ഷേ പിള്ളേരെ ഇത്തരം കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലോട്ട്
എന്തിനാണ് കൊണ്ടാക്കുന്നത്? എനിക്ക് അതാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. പിന്നെ ഇതിന്റെ പേരിൽ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പിള്ളേർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചിന്താഗതി മോശമായ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, ആത്മഹത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട്. അതൊരിക്കലും പാടില്ല. അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും മാത്രം നഷ്ടം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും ഒരു +1 +2 അല്ലെങ്കിൽ 10 അല്ല ജീവിതത്തിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറം ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഗവൺമെന്റ് ഇപ്പൊ ഇങ്ങനെ ഒരു നാറിയ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന്. എന്തായാലും എന്റെ പൊന്ന് സാറന്മാരെ, ഇങ്ങനെ പിള്ളേരെ ഇട്ട് വെള്ളം കുടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നതെന്ന് ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വന്നിരുന്നെങ്കിൽ ഒന്ന് വളരെ നല്ലതായിരുന്നു. പിന്നെ അദ്ദേഹം സാധാരണ ഇതിനെ പറ്റിയിട്ടൊന്നും A-B അറിയത്തില്ല എങ്കിലും പറയുകയാണ്, മന്ത്രി സാർ ഒന്ന് ഇടപെടേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിലാണെന്ന് മനസ്സിലായി കാണുമല്ലോ. സാർ അത്യാവശ്യം വായിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്ഫുടതയോടൊക്കെ കാര്യങ്ങളൊക്കെ ഓരോന്നും വായിച്ച് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സാറിനെ അധികം കുറ്റം പറയുന്നില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയവർ ഏത് കീരവത്ത് നോക്കിയാണ്, എന്ത് കീരവത്ത് എടുക്കാനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊമേഴ്സിലെ വിദ്യാർത്ഥികൾക്കും ഹ്യൂമാനിറ്റീസിലെ വിദ്യാർത്ഥികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ സംസാരിക്കാം. ഉറപ്പാണ് കമന്റ് ബോക്സിലും എനിക്ക് അങ്ങനത്തെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കൊമേഴ്സിലെ വിദ്യാർത്ഥികളെ ആരും നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ആസ് എ കൊമേഴ്സ് വിദ്യാർത്ഥി ആരില്ലെങ്കിലും ഞാനുണ്ട് മക്കളെ, ഏതൊക്കെ കൂടെ ഞാൻ ഉറപ്പ് പറയാം. എന്തായാലും ഇതിനുശേഷം ഒരു ടീച്ചർ പറയുന്ന ഒരു കേൾപ്പിച്ചു തരാം. ഡിയർ സ്റ്റുഡൻസ്, എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കണേൽ ഒരു അർത്ഥമില്ല എന്ന് ടീച്ചർക്കറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിട്ടുള്ളതായിരുന്നു. ഇന്നേ വരെ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ടഫായിട്ട് ഇന്നേ വരെ ചോദിച്ച് കണ്ടിട്ടില്ല. എത്രയൊക്കെ ടഫായിരുന്നാലും ഒരു 10-20 മാർക്കെങ്കിലും മിനിമം ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു 10 മാർക്കിന് പോലും ഒരു 5-6 മാർക്കാണ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ടീച്ചേഴ്സിൻ്റെ മൊത്തം അഭിപ്രായമാണ് ടീച്ചർ പറയുന്നത്. കെമിസ്ട്രി ടീച്ചേഴ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്, വളരെ ടഫായിരുന്നു എക്സാം. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പം നമ്മളിങ്ങനെയും ഇനി മുതൽ പ്രതീക്ഷിക്കാമെന്നുള്ളൊരു സൂചനയായിരിക്കും. സാരമില്ല, വിഷമിക്കണ്ട. നിങ്ങൾ ഒരു അടുത്ത പരീക്ഷയ്ക്കൊക്കെ ഇരുന്ന് നന്നായിട്ട് പഠിച്ചെഴുതും. എന്നെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി എല്ലാവരും നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ടീച്ചറെ വന്ന് എഴുതിയത്, പക്ഷെ ഭയങ്കര പാടായിപ്പോയി എന്ന് വിഷമത്തോടെ വോയിസൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്, പക്ഷെ എന്താ ചെയ്യാം. ഓക്കെ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് കൂടി എക്സാം പാടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി സമാധാനിക്കുക, എനിക്ക് വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. അതുപോലെ തന്നെ പാരന്റ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണ്, പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞെന്നോ അല്ലെങ്കിൽ A+ കിട്ടിയില്ലെന്നോ ഒരിക്കലും അതിന്റെ ഒന്നും പേരിൽ പറഞ്ഞ് വഴക്ക് പറയാൻ നിൽക്കരുത്. മൊത്തത്തിൽ പരീക്ഷ പാടാണ്, അല്ലെങ്കിൽ തന്നെ അങ്ങനെ പാടില്ല എളുപ്പമായിരുന്നാലും മാർക്ക് കുറഞ്ഞാലൊന്നും വഴക്ക് പറയാൻ നിൽക്കരുത്. പിന്നെ നാട്ടുകാർ കുറെ നാറികൾ കാണും, മക്കളെ എത്ര A+, എത്ര ഗ്രേഡ്, എന്തായാലും ഉണ്ട് എന്നുള്ള ചോദിച്ചു വരുന്ന ടീംസ് ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. അമ്മച്ചിക്ക് എത്ര ഉണ്ട് A+, അമ്മച്ചി പഠിച്ച, അമ്മച്ചി ഏതുവരെ പഠിച്ച് എന്ന് തിരിച്ചങ്ങ് ചോദിച്ച് നിർത്തിയാൽ മതി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്നോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. മാർക്ക് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിള്ളേരെ നിങ്ങൾ സ്റ്റാൻഡായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അടുത്ത് മുന്നോട്ട് പഠിക്കാം, മുന്നോട്ട് ഭാവിയിൽ ഒരുപാട് നേടാനുണ്ട്. അല്ലാതെ +2 ഒന്നുമല്ല ജീവിതത്തിന്റെ അവസാനം. പിന്നെ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയാലും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സങ്കടപ്പെടുകയും ടെൻഷനും ഒക്കെ അടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒരു വിഷമം കാണും, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതിനുള്ള ബലം കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം കാണും. അത് നമ്മുടെ ഗവൺമെന്റിന്റെ തലയിലങ്ങ് വെച്ചാൽ മതി. അവര് തന്നെയല്ലേ ഈ പരിപാടി ചെയ്തത്, പിള്ളേരെ ഈ വെള്ളം കുടിപ്പിക്കുന്ന പരിപാടി ആക്കിയത്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും VHSC ആയാലും ഏത് ടീമായാലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, എഴുതുക, മുന്നോട്ട് പോവുക. ഇനിയുള്ള എക്സാം അങ്ങ് ഫേസ് ചെയ്യുക. അല്ലാതെ അതിന്റെ പേരിൽ സങ്കടം പെടേണ്ട കാര്യമില്ല. പിന്നെ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കണം, നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഗവൺമെന്റ് നിങ്ങളുടെ ഈ കാണിച്ച നെറികേടിനെല്ലാം നിങ്ങൾ പ്രതികരിക്കണം. പക്ഷെ മറ്റൊന്നും മറിച്ച് ചിന്തിച്ച് കടുങ്കയിലോട്ടും പോകരുത്, വിഷമിക്കേണ്ട കാര്യമില്ല. നല്ലപോലെ പ്രതികരിക്കണം. ഇങ്ങനെ പിള്ളേർ എന്നെ രംഗത്തൊന്ന് പ്രതികരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ട്. കുട്ടികൾ വളർന്നു വരുന്ന തലമുറ ഉൾപ്പെടെ ഈ ഒരു പ്രതികരണ ശേഷിയോട് വളരുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സുഖം കിട്ടുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. മക്കള് ഇതുപോലെയൊക്കെ ഒന്ന് പ്രതികരിക്കുന്നതിൽ വളരെയധികം ഹാപ്പിയാണ്. ഇനി മറ്റൊരു പയ്യൻ കെമിസ്ട്രി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കേട്ടോ. +2 കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ്. ഫിസിക്സ് പാടായിരുന്നു, അതുകൊണ്ടായിരിക്കും അവർ കെമിസ്ട്രി ഈസി ആക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അവർ കെമിസ്ട്രി ഇത്ര ഈസി ആക്കി തന്നത്. എല്ലാം എഴുതിയിട്ടുണ്ട്.
ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട്. ഖതം, അതും ഖതമായെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ചിരിച്ചിരിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പിള്ളേർക്ക് തോന്നും, ഓ നിങ്ങൾക്ക് എന്താ അറിയണം, നമ്മളല്ലേ പോയത് എഴുതിയതും കഷ്ടപ്പെട്ടതെന്നൊക്കെ. ഓക്കെ, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം. കഷ്ടപ്പെട്ട് പഠിച്ച പിള്ളേർ അവിടെ പോയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് കിളി പറക്കുന്നത് കാണുമ്പോൾ ഉറപ്പായിട്ട് എനിക്ക് ആ വിഷമം മനസ്സിലാവും. പക്ഷേ ജീവിതത്തിന്റെ ഒരിക്കലും ഒരു അവസാനമോ ഒന്നും അല്ല ഈ പറയുന്ന +2 എന്ന് പറയുന്നത്. ഗവൺമെന്റ് നിങ്ങളെ ചതിച്ചു. നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. മുന്നോട്ടുള്ള ദിവസങ്ങളും മുന്നോട്ടുള്ള എക്സാം പഠിക്കാൻ നോക്കുക, പഠിക്കുക, എഴുതുക. പാസ്സാവുകയാണെങ്കിൽ പാസ്സാവും, ഉയർന്ന ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ കിട്ടും. മുന്നോട്ടുള്ള ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക. അതുപോലെ ഇത്രയും വലിയ വിഷയമായ സ്ഥിതിക്ക് മിക്കവാറും തിരുത്തുന്ന ലിബറൽ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അത് ഒന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഗവൺമെന്റിന്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, ഇങ്ങനെ നാണമില്ലേ പിള്ളേരുടെ വായിലിരിക്കണേയും കൂടി കേൾക്കാനായിട്ട്? പുച്ഛം മാത്രം.